മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വിവിധ ജീവിതാവസ്ഥകളിലുള്ള മനുഷ്യരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ച നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട്. ആയുർവേദ ഡോക്ടറും കൗൺസിലറുമായിട്ടുള്ള ഡോക്ടർ ടോം പയ്യപ്പിള്ളിയാണ്. ഡോക്ടറെയും ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, സൗഹൃദങ്ങളിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും നമ്മൾ അമിതമായി പരിഗണന കൊടുക്കുന്നവർ, നമ്മൾ അമിതമായി കെയർ ചെയ്യുന്നവർ, സഹാനുഭൂതിയും ദയവും കാണിക്കുന്നവർ, ഇതെല്ലാം നമുക്കൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. ഇത് നമുക്ക് മാനസികമായിട്ടൊരു മടുപ്പുളവാക്കുന്നില്ലേ? ഇതൊരു മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് നമ്മളെ വഴിവെക്കുന്നില്ലേ? ഇതിനെക്കുറിച്ചായാലോ നമ്മുടെ ഇന്നത്തെ ചർച്ച? തീർച്ചയായിട്ടും. നമുക്കറിയാം, നമ്മളൊരാൾക്ക് അനുസ്യൂതം കൊടുത്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമുക്ക് വേറൊന്നും തിരിച്ചു കിട്ടുന്നില്ല എങ്കിൽ നമ്മളിലൊരു ശൂന്യത അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത ഏറെയാണ്. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ വാട്ടർ ടാങ്കിൽ വെള്ളം ഉണ്ട്, ആ വെള്ളം പൈപ്പുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ടാങ്കിലേക്ക് പിന്നീട് വെള്ളം അടിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പൈപ്പിലൂടെ പോകുന്ന വെള്ളം പോയി കഴിഞ്ഞു, ടാങ്കിലെ വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നുമില്ല, ഒരു ശൂന്യതയാണ്, ഒരു ഡ്രൈനെസ് ആണ്, അല്ലെ? ഇതുപോലെ തന്നെയുള്ളൊരു ഒരു ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് കമ്പാഷൻ ഫറ്റീഗ് എന്ന് പറയും. സർവ്വസാധാരണമായിട്ട് അങ്ങനെ ഒരു ഉപയോഗിക്കുന്ന ടേം അല്ല എങ്കിൽ പോലും ഒരു മനഃശാസ്ത്രപരമായിട്ട് മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള, അല്ലെ കൊണ്ടുപോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കമ്പാഷൻ ഫറ്റീഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സഹാനുഭൂതി ക്ഷയം എന്നൊക്കെ പറയും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരാളെ ശുശ്രൂഷിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു, പക്ഷേ നമുക്ക് എക്സ്റ്റേണലി ഓർ ഇന്റേണലി, അതായത് പുറമേ നിന്നോ അല്ലെങ്കിൽ നമ്മളിൽ തന്നെയോ അതിനൊരു റിവാർഡ് അല്ലെങ്കിൽ ഒരു പ്രതിഫലം നമ്മൾ അനുഭവിക്കുന്നില്ല. ആ അനുഭവപ്പെടായ്മ കുറച്ച് കഴിയുമ്പോൾ അതൊരു മടുപ്പായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ഒരു കമ്പാഷൻ ഫറ്റീഗ് എന്ന് പറയുന്നത്. കുറേ നാളായി ശുശ്രൂഷിക്കുന്നു, യാതൊരു പ്രയോജനവും ഇല്ല, ശുശ്രൂഷിച്ച് അവസാനം നമുക്ക് നമ്മളെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ഇത് തീർച്ചയായിട്ടും മാനസികാരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒരു പ്രാവശ്യം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കോള് വന്നു. ഒരു മിഡിൽ ഏജ് വീട്ടമ്മയാണ്. പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിന് ഭയങ്കര മടുപ്പ് അനുഭവപ്പെടുന്നു, മരിക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതായത് ആത്മഹത്യ ചെയ്യാനായിട്ട് തോന്നുവാണ്, പക്ഷേ എൻ്റെ ഒരു ധാർമ്മിക ബോധം എന്നെ മരിക്കാനായിട്ട് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് വിടുന്നില്ല, എനിക്ക് ഉറക്കമില്ല, ശരീരം മുഴുവൻ ക്ഷീണമാണ്, എവിടേക്കെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതി എന്നാണ് തോന്നുന്നത്. അപ്പം ഈ കാരണങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്താ കാര്യം, എന്താ വീട്ടിൽ എന്താ പ്രശ്നം? വീട്ടിൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരിയാണ്. അതായത് ഫാദറിലേക്ക് അൾഷിമേഴ്സിൻ്റെ പ്രശ്നമുണ്ട്. നമുക്കറിയാം, അൾഷിമേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഓർമ്മ കാര്യങ്ങളെ ബാധിക്കുന്നു, അത് തന്നെ അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നുണ്ട്. അവരിന്ന് വരെ ഉണ്ടായിരുന്നൊരു വ്യക്തിത്വമല്ല പിന്നീട് കാണുന്നത്. അമ്മായിയമ്മയാണെങ്കിൽ ക്യാൻസർ സർവൈവറാണ്, ഹസ്ബൻഡ് അടുത്തില്ല, വിദേശത്താണ്, മക്കൾക്ക് ഓരോ ദിവസവും എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് മൂത്ത മോൻ്റെ വേറൊരു പ്രശ്നം, ടീച്ചർ പിടിച്ചു, സ്വഭാവ ദൂഷ്യമുണ്ടെന്ന് പറയുന്നു, ഇനി ഡ്രഗ്സ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു പേടി വരുന്നു എന്ന് പറഞ്ഞു എന്ന്. അപ്പം ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഉരുകിത്തീരുവോ സിസ്റ്ററെ, എനിക്കൊന്നും തിരിച്ചു കിട്ടുന്നില്ലല്ലോ, ഞാൻ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വേറൊന്നും തിരിച്ചു കിട്ടുന്നില്ല, എനിക്കും എന്നിൽ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്തതുപോലെ തോന്നുന്നു, ഈവൻ ദൈവം പോലും ഉപേക്ഷിച്ചോ എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഒരു സങ്കടമായിട്ട് വരുന്നൊരു സംഭവം എന്ന് പറയുന്നത്. എനിക്ക് ആരും ഇല്ലാത്തതുപോലെ തോന്നുന്നു, ആരും മനസ്സിലാക്കാത്തതുപോലെ തോന്നുന്നു. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ മടുപ്പാണ്. ഈ മടുപ്പ് ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ച് കളയാം എന്ന് തോന്നിപ്പോകുന്നു. അത് ഉത്കണ്ഠയിലേക്ക് പോരാം,
അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ആ പെരുമാറ്റത്തിൽ നമ്മൾ പറയത്തില്ലേ, ചിലരൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിച്ച് അങ്ങ് റഫായി പോകുന്നെന്ന് പറയും. അങ്ങനെ ഒരു മയമില്ലാത്ത രീതിയിലുള്ള പിന്നീടുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ വരും. നമുക്ക് തിരിച്ചും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കെയറിങ് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് അല്ലേ. നമ്മൾ എപ്പോഴും പറയും ഏതൊരു ബിഹേവിയറും ഏതൊരു പെരുമാറ്റവും ആ പെരുമാറ്റം ഒന്ന് പുരോഗമിക്കണമെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് പുറമേ നിന്നൊരു പ്രതിഫലം ഉണ്ടാകണം, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നണം. ഓക്കെ, ഉള്ളിൽ തന്നെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുമ്പോഴത്തേക്ക് നമ്മൾ പറയാം കുറച്ച് സ്പിരിച്വൽ വെൽബീയിങ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എനിക്ക് പ്രതിഫലം ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ദൈവം അതിനുള്ളൊരു. ഈ അടുത്ത കാലത്ത് ഞാനൊരു ആർട്ടിക്കിള് ഡോക്ടർ കെ കുമാർ, സൈക്യാട്രിസ്റ്റ്, തിരുവനന്തപുരം, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡിയാണ് കേരളം മുഴുവനുള്ള ഗവൺമെൻറ് അലോപ്പതി ഹോസ്പിറ്റൽസിൽ നടന്ന ഒരു സ്റ്റഡിയാണ്. അപ്പോൾ അവിടെ വരുന്ന രോഗികളിൽ 100% എടുക്കുമ്പോൾ അതിൽ 25% ഡിപ്രഷൻ അല്ലെങ്കിൽ മാസ്ക്ഡ് ഡിപ്രഷൻ എന്നുള്ളൊരു പേരാണ്. അതായത് മറ്റ് രോഗങ്ങളായിട്ടാണ് വരുന്നത്, പക്ഷേ ഈ ആ ഡിപ്രഷൻ്റെ ഫീച്ചേഴ്സ് മാസ്ക് ചെയ്തുകൊണ്ട് ഈ രോഗം വേദനകളായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. 50% ആൾക്കാർ ശരിക്കുള്ള ബാക്ടീരിയൽ വൈറസ് ആ ഒരു രീതിയിലുള്ള ബാക്കിയുള്ള 25% എല്ലാം മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങളിലൂടെ വരുന്ന പല പല ഫോബിയ, അങ്ങനെയൊക്കെയുള്ള OCD അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ 25% സ്റ്റഡി നടന്നേക്കുന്നത് കുറേ നാളുകൾക്ക് മുമ്പാണ്. ആർട്ടിക്കിൾ ഞാൻ ഈ അടുത്ത കാലത്താണ് വായിച്ചത്. അതുപോലെ തന്നെ WHO ഒരു കൊളാബറേറ്റീവ് സ്റ്റഡി ഞാൻ കേട്ടത് 6ൽ ഒരാൾക്ക് ഒരു ദിവസം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ള രോഗത്തിലൂടെ. അപ്പോൾ അത് ഈ മിക്കവാറും സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞോണം ഈ കമ്പാഷൻ ഫാറ്റിക് ആ ഒരു ടേമായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കാരണം ഇത് നമ്മൾ പെട്ടെന്ന് ഒരു സാധാരണ ഒരു കോമൺ യൂസേജിൽ സാധാരണയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ടേം ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഇവൺ ഹെൽത്ത് പ്രൊഫഷണൽസിനെ നോക്കുമ്പോൾ, ഡോക്ടേഴ്സിനെയൊക്കെ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓവർലോഡ് വരുന്നു. നമ്മൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമിതമായ ജോലി ഭാരം. എന്നാൽ അതിനനുസരിച്ച് അവർക്കൊരു ബ്രേക്ക് എടുക്കാനോ അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനോ, നമുക്ക് ശാരീരികമായിട്ടുള്ളൊരു റിലാക്സേഷൻ ആവശ്യമാണ്, ശാരീരികമായിട്ട് ഇതിനൊക്കെ ഒരു ബ്രേക്ക് ആവശ്യമാണ്, നല്ലൊരു ഉറക്കം ആവശ്യമാണ്, നല്ല വാക്കുകൾ പോലും ആവശ്യമാണ് അല്ലേ. അതിൽ ചിലപ്പോൾ അത് മതിയായിരിക്കും ആ ആൾക്ക് ഒരു ദിവസം. പലപ്പോഴും നമ്മൾ ഈ ക്രോണിക് ഇൽനെസ്സിലാണ് പ്രശ്നം കൂടുതൽ. ഇപ്പോൾ സിസ്റ്റർ ആദ്യമേ പറഞ്ഞല്ലോ അൽഷിമേഴ്സ്, ഡിമെൻഷ്യയുടെ ഒത്തിരി പേഷ്യൻസ് ഈ അടുത്ത കാലത്ത് എനിക്ക് വരുന്നുണ്ട്. കാരണം അവരെ നോക്കി കാര്യം മെഡിസിൻ അതിന് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ അവർ ഉറക്കക്കുറവ്, ബിഹേവിയറൽ പ്രോബ്ലംസ് ഇതൊക്കെയാണ് അവർ അഡ്രസ്സ് ചെയ്യണേ. അതിൽ നമുക്ക് ആയുർവേദം എങ്ങനെ, കാരണം മറ്റേത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സെഡേഷനിലേക്ക് ആവുമോ എന്നുള്ള ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആയുർവേദ ഡോക്ടർ എന്ന നിലയ്ക്ക് എൻ്റെ അടുത്ത് വരുന്നു. അപ്പം ഞാൻ അവരോട് പറയും, നമ്മൾ ആ രോഗിയായിട്ട് പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതും പിന്നെ അത്യാവശ്യം നമുക്ക് ഉറക്കത്തിനുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കാം. പക്ഷെ അവരങ്ങ് ഒത്തിരി നാളുകൾ എടുത്താണല്ലോ അതിൻ്റെ ഇവരുടെ സിസ്റ്റങ്ങൾ, ശരീരത്തിൻ്റെ ഒരു സിസ്റ്റത്തിന് ഇവർക്ക് ഡാമേജ് ഇല്ല, ആകെയുള്ളത് ഈ ന്യൂറോ ഡാമേജാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മരണം ഇങ്ങനെ നീണ്ടുപോകും. അപ്പോൾ അവർ നോക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ദൈവം ആ ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ. വിഷയം പറഞ്ഞപ്പോഴാണ് ഇത് വീടിനടുത്ത് ഇതുപോലെ ഇത് വീട്ടില് ഈ വയ്യാതെ കിടക്കുന്ന ആളെ നോക്കുന്ന ആൾക്കും അസുഖങ്ങളുണ്ട്. പക്ഷെ ബാക്കിയുള്ള വീട്ടിലെ ആളുകളൊന്നും ഇത് നോക്കുന്നില്ല. കാരണം വയസ്സായ അമ്മയെ നോക്കേണ്ടത് ഭാര്യയുടെ കടമയാണ് എന്ന് ചിന്തിക്കുന്ന മറ്റുള്ളവരൊക്കെ ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ. പക്ഷെ അവസാനം ഈ ഭാര്യ ആത്മഹത്യ ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിരിക്കാം. കാരണം അവരെ കേൾക്കാനോ അല്ലെങ്കിൽ അവർക്കൊരിത്തിരി സമയം കൊടുക്കാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല എന്നുള്ള അവസ്ഥ അല്ലേ. നമ്മൾ പറയും കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി എടുക്കുന്ന ഈ എമർജൻസി റെസ്പോണ്ടേഴ്സ് എന്ന് പറയും. അതായത് നമ്മുടെ മിലിറ്ററി, പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ എമർജൻസി റെസ്പോണ്ടേഴ്സ് ആണ്. അതായത് പെട്ടെന്ന് ഒരു
സ്ഥലത്തേക്ക് ഓടിയെത്തേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യണം. ഈ പോലീസുകാരുടെ ഇടയിലൊക്കെ അമിതമായിട്ടുള്ള ആത്മഹത്യകൾ ഉണ്ടാവുന്ന ഇപ്പൊ അടുത്തൊക്കെ വായിച്ചിരുന്നു. അടുത്തിടെ നടക്കുന്ന സ്റ്റഡികളാണ് അത്, നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. കാരണം അമിതമായിട്ടുള്ള പ്രഷർ, ജോലി പ്രഷർ ഉണ്ട് അവർക്ക്, ജോബ് സ്ട്രെസ് അവർക്ക് കൂടുതലാണ്. ഈ ജോബ് സ്ട്രെസ്സിനനുസരിച്ചുള്ള ആ ഒരു സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനുള്ള റിലാക്സേഷൻ കൊടുത്തില്ല എന്നുണ്ട് ടൈം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അവർക്ക് കാരണം അവർക്കൊരു ടൈം ഓഫ് പോലീസുകാരെ ഒത്തിരി ആൾക്കാർ പുറത്തുപോയി. കാരണം അലക്സാണ്ടർ ജേക്കബ് IPS ഡോക്ടർ ഒരു ക്ലാസ് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പോലീസ് അക്കാഡമിയുടെ ഒരു ചെയർമാനായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ച പല മക്കളും ഇപ്പോൾ സ്റ്റുഡൻസും പുറത്താണ്. അപ്പോൾ അദ്ദേഹം ടോക്കനൊക്കെ വേണ്ടി പുറത്തേക്ക് ചെല്ലുമ്പോൾ പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സാറ് അന്നത്തെ തന്ന പോലീസിനേക്കാളും സാറ് പഠിപ്പിച്ച ഡിസിപ്ലിനൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്, പക്ഷെ പോലീസിൽ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ആവില്ല. അവർക്കൊരു റിലാക്സേഷനുള്ള ടൈം കിട്ടുന്നില്ല. ഒരു അതൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ മേലധികാരികൾ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ കമ്പാഷൻ ഫറ്റീഗ് എന്ന് പറയുന്നത് ഒരാളിൽ മാത്രം വന്ന് ഭവിക്കുന്ന ഒരു കാര്യമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കുടുംബത്തിലെ കുടുംബനാഥനായിരിക്കാം ആ ഒരു ജോലിയിൽ ഉണ്ടാകുന്നത്. അയാൾക്കുണ്ടാകുന്ന ഒരു പ്രഷർ മൂലം അയാൾക്ക് സ്വന്തം ഭാര്യയോടോ മക്കളോടോ നല്ല രീതിയിൽ ഇടപെടാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അയാൾക്കുള്ളൊരു പ്രഷർ ഒരു ഇൻഡയറക്റ്റ് വേയിൽ ഭാര്യയിൽ അത് വന്ന് ഭവിക്കുന്നുണ്ട്. കാരണം അയാളുടെ ഒരു പ്രസൻസ് കിട്ടുന്നില്ല. ആ ഒരു കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ഈ ഭർത്താവ് ചെയ്യേണ്ടതും കൂടി ഭാര്യ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു കുട്ടികളുടെ അമ്മയ്ക്ക് അവർക്കൊന്ന് ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ലാതെ വരുമ്പോഴത്തേക്ക് അതെല്ലാം കുട്ടികളിലേക്ക് ബാധിക്കുന്നുണ്ട്. അമിതമായിട്ടുള്ള കുട്ടികളോടുള്ള ഒരു ദേഷ്യപ്പെടൽ വരാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു അമ്മയോടുള്ള ഒരു അടുപ്പം കൊടുക്കേണ്ടതായിട്ടുള്ള സ്നേഹ പ്രകടനങ്ങൾ ഇല്ലാതെ വരാം. അപ്പൊ ഇതെല്ലാം ആ കുട്ടികളെ ബാധിക്കുന്നു. ആ സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടാതെ കുട്ടികൾ അവിടെ കിട്ടുന്ന ഒരു വൈരാഗ്യവും ബുദ്ധിയും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിൽ ചെന്ന് കാണിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ഇതൊരു ചെയിൻ പ്രോസസ്സിംഗ് ആണ്. അപ്പം ഒരാളിൽ ഉണ്ടാകുന്ന ഒരു കമ്പാഷൻ ഫറ്റീഗ് ആ കുടുംബത്തെ, ആ സൊസൈറ്റിയെ ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെയുള്ള ജോലി തിരക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ജോലി സ്ഥലങ്ങളിലായാലും ശരി മറ്റു കുടുംബങ്ങളിലായാലും ശരി ഒരാൾക്ക് കിട്ടേണ്ട ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു വിശ്രമം കിട്ടുന്നുണ്ടോ? ഫിസിക്കലി മാത്രം പോരാ, സൈക്കോളജിക്കലി കിട്ടണം. ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് HTBയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. ഇപ്രാവശ്യത്തെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡേയിലെ ഈ വർഷത്തെ ഒരു പ്രമേയം തന്നെ അതാണ്. അതായത് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകേണ്ട മാനസികാരോഗ്യത്തെക്കുറിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ വർക്കുകൾ ചെയ്യുന്നവർ, അതുപോലെ വോളണ്ടറി വർക്ക് ചെയ്യുന്നവർ, അവർ പ്രതിഫലമൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ പ്രതിഫലം കൂടാതെ അവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു പ്രസ്ഥാനത്തിന് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അവർ, അത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും നമ്മൾ താൻ ചത്ത് മീൻ പിടിക്കുന്ന ഒരവസ്ഥയെന്ന് പറയും. അതായത് നമ്മളുടെ പലപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ ആ ഒരു കൂടുതൽ കൊണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളതൊക്കെ കൊണ്ട് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമ്മളെ ശ്രദ്ധിക്കാതെ പറ്റുമ്പോഴാണ് ഇതേപോലെയുള്ള ആത്മഹത്യകൾ കൂടുന്നു, അല്ലെങ്കിൽ ഈ പാരനോയിഡ്. കാരണം സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മിസ്ട്രസ്റ്റ് കൂടുന്നു. കാരണം ആരാ എന്നെ സഹായിക്കാനുള്ള ആരുമില്ല. ഓരോ മനുഷ്യരും കെയറിംഗ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ മനുഷ്യരും, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കണം, പ്രത്യേകിച്ച് പ്രായമായവരെ പരിചരിക്കുന്നവര്, രോഗികളെ പരിചരിക്കുന്നത്, മാനസികമായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്ന, മാനസിക വൈകല്യമുള്ള കുട്ടികളെ, അതെ, ബുദ്ധിമാന്യമുള്ള കുട്ടികളെ, അതായത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ അവരിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടാവില്ല. പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഓട്ടിസം പോലെയുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും.
ഒരു ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാലങ്ങളായിട്ട് അവരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ അവർക്കൊരു ചേഞ്ചസ് വരുന്നു. അവർ പിന്നെയും ഡിക്യൂറേറ്റ് ആയിട്ട് താഴേക്ക് പോകുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെ നമ്മൾ പ്രത്യേകിച്ച് സമൂഹം അത് പരിഗണിക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഒരുക്കുക. ഈ കേരളത്തിൽ തന്നെ ഇപ്പൊ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് വളരെ കുറവാണ്. എന്നാൽ ശരീരത്തിന്റെ ഡോക്ടർമാര് എത്രയോ അധികമാണ്. അപ്പൊ നേരെ ഒരു 50-50 വന്നാലാണ് കേരളത്തിലെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആനുപാതികത്തിലല്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ആനുപാതിക തലത്തിൽ പോകാതെ ഇരിക്കുന്നു. പക്ഷെ അത് തന്നെ വേറൊരു പ്രശ്നത്തിലേക്ക് ഇപ്പൊ വരുന്നുണ്ട്. അതായത് പ്രൊഫഷണൽസ് കുറഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ മേക്ക് ഓവർ ചെയ്ത ആൾക്കാർ വരാനായിട്ട് ശ്രമിക്കുന്നതുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഈ കൗൺസിലിംഗ് മേഖലകളിലൊക്കെ ഒരാൾ എനിക്കൊന്ന് സംസാരിക്കാൻ അറിയാം, അതുകൊണ്ട് ഞാനത് ചെയ്തേക്കാം. എന്നാൽ അതിനൊരു ബേസിസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇപ്പൊ ഒന്നുകിൽ ഫിസിയോളജിക്കലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ആ ഒരു സിദ്ധാന്തങ്ങളെ കുറിച്ച് പഠിച്ചവരും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിച്ചവരും ഈ ഒരു ഫീൽഡിലേക്ക് വന്നെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയും കുറെ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകുന്നുണ്ട്. ഈ ഫ്രോഡ് കൗൺസിലേഴ്സിനെ നിന്ന് നിരോധിക്കാൻ ഇപ്പോഴും നമ്മുടെ നിയമങ്ങളൊന്നും അധികം ഇല്ല. അത് എനിക്ക് തോന്നുന്നത് പൂർണ്ണമായിട്ടും അത് ഇന്നതാണ് അതിൻ്റെ കാറ്റഗറി എന്നുള്ളൊരു കാര്യം നമ്മുടെ പോപ്പുലേഷനെ അറിയുന്നില്ല. മനുഷ്യർക്ക്, അതായത് സാധാരണക്കാർക്ക് അറിയുന്നില്ല എവിടെ ചെല്ലേണ്ടത്, എന്താ ചെയ്യേണ്ടത്. പലപ്പോഴും ഈ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാം ഒരു സ്റ്റിഗ്മയിൽ കിടക്കുവാണ്. അയ്യോ, മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഒരു മനഃശാസ്ത്രജ്ഞനെ സമീപിക്കാൻ പറ്റുമോ, അല്ലെ ഒരു ഡോക്ടർ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന തെറ്റിദ്ധാരണയാണ് അല്ലെ. ഇപ്പൊ ഒരു ശാരീരികമായിട്ടുള്ള ഒരു അസുഖത്തിന് ചികിത്സ തേടി പോകുന്നത് പോലെ പലരും മടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലെ സഹാനുഭൂതി വിഷയം, അതായത് നമ്മൾ ഈ പറഞ്ഞ കമ്പാഷൻ ഫറ്റീഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്കറിയാം എന്നിൽ എന്തൊക്കെയോ മടുപ്പ് വരുന്നുണ്ട്, ഞാൻ അങ്ങ് റഫായി പോയിക്കൊണ്ടിരിക്കുന്നു, എന്നിലുള്ള സ്നേഹം വറ്റിപ്പോയിരിക്കുന്നു, എൻ്റെ സന്തോഷം പോയിരിക്കുന്നു. അതൊക്കെ ഒരു വലിയ കാര്യം തന്നെ. അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത് എവിടെ ചെല്ലണം? സ്നേഹം കൊടുക്കുന്നുണ്ട്, സ്നേഹം അവർക്ക് നിറയ്ക്കാൻ പറ്റണില്ല, തിരിച്ചൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ മാനസിക വൈകല്യമുള്ള കുട്ടികളൊക്കെ നോക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ളവരത് മനസ്സിലാക്കി അവരൊന്ന് പിടിച്ച് ഒന്ന് താങ്ങാൻ സാധിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ ഒരു അപ്ഡേഷൻ പ്രോഗ്രാമിൻ്റെ ഒക്കെ ഒരു റെലവൻസ് കിടക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, സ്കൂളുകളിലായാലും ശരി, ഹോസ്പിറ്റലുകളായാലും ശരി, ബാക്കി ഏത് മേഖലയിലും, എല്ലാ മേഖലയിലും ഇതേപോലെ ജോലി ഭാരം മൂലം അവർക്കുണ്ടാകുന്ന ഒരു നമ്മൾ പറയുന്ന ബേൺ ഔട്ട് വരുന്നുണ്ട്. ഒരു കുട്ടി മരിച്ചതായിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്തത്, അതൊക്കെ ഇതുമായിട്ട് കാരണം ഒരു പ്രഷറാണ്. പിന്നെ ആ കുട്ടി പുറത്തുള്ള ഒരു കുട്ടി മറ്റേ IT മേഖലയിലാണ് ഞാൻ പറഞ്ഞ കാര്യം. കാരണം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സൂയിസൈഡ് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് അതിന്റെ കുറെ ലീഗൽ പ്രൊസീജിയറിലേക്കോ കാര്യങ്ങളിലേക്കോ നമുക്ക് പോകാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ എത്രമാത്രം ഒരു പ്രഷർ അനുഭവിക്കുന്നുണ്ട്, അല്ലെ അവരുടെ വീട്ടിലെ ചില കാര്യങ്ങൾ എങ്ങനെയാണ്, അവരേതെല്ലാം രീതിയിലുള്ള ജോലികളും സഹായങ്ങളും ശുശ്രൂഷകളും ചെയ്തിട്ടാണ് നമ്മുടെ ഇടയ്ക്ക് വരുന്നത് എന്നൊക്കെ നമ്മളൊന്ന് ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെ ജോലിക്ക് വരുന്ന നമ്മുടെ സ്റ്റാഫ് അവരുടെ വീടുകളിലെ എത്രയോ പേരെ ശുശ്രൂഷിച്ചിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ നമ്മുടെ തൊഴിലിടങ്ങളിലൊക്കെ ഒരു റിലാക്സേഷനുള്ള, ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ആരെയും മനസ്സിലാക്കാനുള്ള താല്പര്യവും ഇല്ല, സമയമില്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിസ്റ്റർ ഞങ്ങൾ ഇങ്ങനെ ഇവരെയൊക്കെ നോക്കി ഞങ്ങളെ നോക്കാൻ ആരാ ഉണ്ടാകുന്നത്. അതായത് ഒരു പ്രതീക്ഷ അറ്റുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അത്. തുറന്നു പറയാനുള്ള ഇടങ്ങളും വളരെ കുറവാണ് അല്ലെ. പക്ഷേ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ബാംഗ്ലൂരൊക്കെ അവരുടെ ഓഫീസുകളുണ്ടല്ലോ, അവർക്ക് ശരിക്കും എൻ്റെ 2 മക്കൾ അവിടെയാണ്. അപ്പം ഞാൻ അവർക്ക് എങ്ങനെ മനസ്സ് റിലാക്സ് ചെയ്യാനായിട്ട് എന്താ ഇപ്പം എല്ലാ പ്ലാൻഡ് ആണ് അവരൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിലാണ് ആ പ്ലാനിങ് കുറച്ച് കുറവ്. അത് സാറ് പറഞ്ഞത് കറക്റ്റാണ്. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ ഇപ്പോഴും
ഇതേപോലെ മാനസികമായിട്ടുള്ള ഉല്ലാസം, അതിനൊരു സ്പേസ് വേണം, ഒരാൾക്കൊരു ടൈം ആൻഡ് സ്പേസ് കൊടുക്കണം എന്നുള്ളത് അറിയുന്നില്ല. പക്ഷെ എവിടെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു വ്യവസ്ഥകളിലൊക്കെ ഇതേപോലെ ചില കാര്യങ്ങൾ സംഘടിപ്പിക്കണം. ഗെറ്റ് ടുഗദറുകൾ പോലെയൊക്കെ സംഘടിപ്പിക്കുക. ഇപ്പം ഞാൻ ഓർക്കുവാണ്, ഇപ്പോൾ പള്ളികളിലൊക്കെ ആണെങ്കിൽ മാതൃവീതി പോലെയുള്ള കാര്യങ്ങൾ, അതായത് അമ്മമാരുടെ കൂടെയുള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അപ്പം ഇവിടെയൊക്കെ ഇവരെ ഒരു ദിവസം വിളിച്ചു കൂട്ടുന്നു, അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കളികൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നു, ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകുന്നു, ഒരുമിച്ചൊരു ഭക്ഷണം ഉണ്ടാകുന്നു, അവർക്ക് ഒരുമിച്ച് സംസാരിക്കാനും അവർക്ക് ഒരുമിച്ച് ഒന്ന് സമയം പങ്കിടാനൊക്കെ ഉള്ളൊരു വേദികൾ ഒരുക്കുക. അപ്പം ഇതൊക്കെ നമുക്ക് ഇപ്പം ഇന്ന ഒരാൾക്ക് ഇങ്ങനൊരു കമ്പാഷൻ ഫറ്റീഗ് കൊണ്ട് അവരെ മാത്രം ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്യാമെന്നല്ല, പക്ഷെ മറിച്ച് കുറച്ച് ജനറൽ ആയിട്ട് ഇതേപോലത്തെ ഫോം നമ്മൾ രൂപീകരിക്കണം. ക്രിസ്ത്യൻ ചർച്ചകളിൽ കുറെയൊക്കെ അച്ഛന്മാർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ. പക്ഷെ നമുക്കൊരു കേരളം അല്ലെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു വളരെ മൈനോറിറ്റിയാണ്. ഇപ്പൊ എത്രയോ ജനങ്ങളാണ് ഇങ്ങനെ ഒരു റിലാക്സേഷൻ കിട്ടാതിരിക്കുന്നതെന്നുള്ളത്. പറയുന്ന ക്ലബ്ബുകള് അതുപോലെ സൊസൈറ്റികളൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരണം. കാരണം നമ്മൾ കൂട്ടായി നിന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു റെമഡി കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരാള് വിളിച്ചു, ഇപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ വിളിച്ചു പറഞ്ഞ് അവരോട് ഞാൻ പറയാം നമുക്ക് ഒന്ന് കണ്ട് സംസാരിക്കാം. അപ്പോൾ എന്നോട് പറയുന്ന സിസ്റ്ററെ, ഞാൻ സിസ്റ്റർ സംസാരിക്കാനായിട്ട് വരുമ്പോൾ ആ ഒരു സമയം എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ ഇതിന്റെ ഇരട്ടി ജോലി എനിക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഞാൻ പറയാൻ വന്നേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ നമുക്കൊരു വിനോദ പരിപാടിക്ക് പോകാം എന്ന് പറഞ്ഞാൽ പോലും പറ്റുന്ന സാഹചര്യം വീട്ടിലില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് നമ്മൾ പ്രായമായവരെ വീട്ടിലുള്ളവരെ സപ്പോർട്ട് ചെയ്യണ്ടേ അല്ലേ? അതാണ്, ഒരു ഫാമിലിയില് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം. ഇപ്പം എനിക്ക് തോന്നുന്നു ചില സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ചില ക്ലാസ്സുകൾ പറഞ്ഞു കൊടുത്തു വിടുന്നുണ്ട്. അതായത് നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശരിയാണ് പഠിക്കുന്നുണ്ട്, പഠനത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കളിക്കാൻ പുറത്തു പോകാം, നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്, നിങ്ങൾക്ക് കൂട്ടുകൂടാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലായിരിക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ പ്രായമായ മുതിർന്ന മാതാപിതാ, അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം, അല്ലെ അമ്മമാരായിരിക്കാം, അല്ലെ അച്ഛനായിരിക്കാം, ആരായാലും അവിടെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നവരുണ്ടാകും. അവരുടെ കൂടെ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അവരെ സഹായിക്കും. ഇപ്പം പലപ്പോഴും നമ്മൾ പറയുന്ന കമ്പാഷൻ ഫറ്റീഗ് വരുന്നത് എന്തെല്ലാം ചെയ്തിട്ടും ഒരു നല്ല വാക്ക് വേറൊരാളിൽ നിന്ന് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുടുംബത്തായാലും എവിടെയായാലും ഒരാളെ നമ്മൾ വിലമതിക്കുന്നത് അത് എക്സ്പ്രസ് ചെയ്യണം നമ്മൾ. അല്ലാതെ നമ്മുടെ ഉള്ളിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ കൊച്ചുകുട്ടിയായാൽ പോലും ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കണം. ഇത്രയും സമയം അത് ചെയ്യുമായിരുന്നല്ലേ, നിങ്ങൾ അത് ചെയ്തല്ലോ എന്നൊരു കാര്യം. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് പ്രിവെന്റീവ് മെത്തേഡ്സ് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അതായത് പ്രിവെൻഷൻ. ഇപ്പോൾ ഒരു പ്രശ്നം വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ഈ ഇമോഷണൽ ഫറ്റീഗ്നെസ് ഒക്കെ നമ്മളെ നയിക്കുന്ന ഡിപ്രഷനിലേക്ക്, അല്ലെങ്കിൽ ചിലർ ആത്മഹത്യയിലേക്ക് പോയെന്നിരിക്കാം, ഉത്കണ്ഠ രോഗങ്ങളിലേക്ക് പോകാം, ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിലേക്കൊക്കെ പോകാം. അങ്ങനെയുള്ള ചാൻസുകൾ ഉണ്ടായിരിക്കെ ഇതിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാമെന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ചികിത്സാവിധികളൊക്കെ എന്തൊക്കെയാണ്? കൂടുതലും ചികിത്സയേക്കാൾ കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രിവെൻഷൻ, അതായത് ഒരു സെൽഫ് കെയർ അത് നമുക്കുണ്ടാവണം. റെഗുലറായിട്ട് നമ്മുടെ ഒരു ഫുഡ് പാറ്റേൺ റെഗുലാരിറ്റി നമുക്കുണ്ടാവണം. ഉറക്കത്തിൻ്റെ പാറ്റേണിൽ ഒരു റെഗുലാരിറ്റി നമുക്കുണ്ടാവണം. അതായത് നമ്മൾ കെയർ ചെയ്യണം. അതൊരു സെൽഫ് കമ്പാഷൻ ഇതിനാവശ്യമാണ്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ഇങ്ങനെ ഉരുകി തീരാനുള്ളതാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞ് പോവാതെ നമ്മൾ കെയർ ചെയ്യണം. നമ്മളോടൊരു സ്നേഹം ഉണ്ടാവണം. നമ്മളോടുള്ള സ്നേഹം ഫിസിക്കലി ഉണ്ടാവണം, ശാരീരികമായിട്ടുണ്ടാവണം, മാനസികമായിട്ടുണ്ടാവണം. അവിടെയാണ് നമുക്ക് ആ ഒരു സ്നേഹം കൊടുക്കൽ വാങ്ങലിന്റെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ രാത്രിയിലല്ലേ മെലാറ്റോണിനൊക്കെ കൂടുതലായിട്ട് ഉറക്കത്തിലല്ലേ അത് ഉണ്ടാവണേ? നമുക്ക് കൂടുതലും ഉറക്കത്തില് നമ്മുടെ റെസ്റ്റോറേഷൻ എല്ലാം നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ റെസ്റ്റോറേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും കാര്യങ്ങൾ. അപ്പോൾ ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടുന്ന ഒരു സ്പിരിച്വൽ ടൈം നമുക്കുണ്ടാവണം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സെൽഫ് കെയർ ചെയ്യുക. അത് തന്നെ ഒരു
നമുക്കൊരു ക്വാളിറ്റി ടൈം നമ്മൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബൗണ്ടറി ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു ബൗണ്ടറി സെറ്റിംഗ്, പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പം എന്താ ഞാൻ ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ച് എനിക്ക് ആരോഗ്യമുണ്ടെങ്കിലേ എനിക്ക് വേറൊരാളെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു ആരോഗ്യം ഉണ്ടാകാനുള്ള കാര്യം മറ്റുള്ളവര് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇനി ഇൻ കേസ് അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ലെങ്കിൽ പോലും അവനവൻ തന്നെ സ്വയം തന്നെ നോക്കേണ്ടതാണ്. പിന്നെ ഇതുപോലെയാണ് സപ്പോർട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു മനസ്സ് മടുത്തിരിക്കുവാണ്, എവിടേക്കെങ്കിലും ഇറങ്ങി ഓടാനാ തോന്നുന്നത്, കരയണോന്നറിയത്തില്ല, ചിരിക്കണോന്നറിയത്തില്ല, ഇതുപോലെ ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറൊരാളോട് പറയാനായിട്ട്, ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് പ്രൊഫഷണൽസ് കാണാം. അപ്പോൾ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു ദൈവികമായിട്ടുള്ള ഒരു ദൈവ പരിപാലനയിലുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഓക്കെ. നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു മനുഷ്യന്റെ ആത്മാവിനെ ഞാൻ നേടിയെടുക്കുകയാണ്. അപ്പൊ നമ്മൾ പറയല്ലേ, പ്രതിഫലേച്ഛ കൂടാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് ദൈവം തരും നമുക്ക് പ്രതിഫലം. ഓക്കെ. ആ ഒരു രീതിയിലേക്ക് വരണം. അപ്പം നമുക്കിപ്പോ എനിക്ക് തോന്നുന്ന ഈ ഒരു ചർച്ചയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും മനസ്സിലായേക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കമ്പാഷൻ ഫറ്റീഗ്. അതായത് ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉരുകിത്തീർന്ന് സ്വയം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സഹാനുഭൂതിയോടുകൂടി പരിപാലിക്കാനായിട്ട് സാധിക്കണം. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ഡോക്ടർ ടോം പയ്യപ്പിള്ളിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പുതിയൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി.